ഹായ്, കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത് ജയറാം, ഉണ്ണി മുകുന്ദൻ, ആദിൽ, പ്രകാശ് രാജ്, സഞ്ജു ശിവറാം, അനു സിത്താര, അമല പോൾ, ശിവദ തുടങ്ങിയവർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച അച്ചായൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പുതിയ ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക്. ഓരോ നിമിഷവും ആഘോഷമാക്കുക എന്ന ഒറ്റ വിചാരം മാത്രമുള്ള 4 അച്ചായന്മാർ. അവരുടെ ജീവിതത്തിലെ ആഘോഷ കാഴ്ചകളും ഇണക്കങ്ങളും പിണക്കങ്ങളുമൊക്കെയാണ് അച്ചായൻസ് എന്ന ചിത്രത്തിലൂടെ കണ്ണൻ താമരക്കുളവും തിരക്കഥാകൃത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആദ്യ പകുതിയിൽ അച്ചായന്മാരുടെ ആഘോഷങ്ങളിലേക്ക് ക്യാമറ തിരിക്കുമ്പോൾ രണ്ടാം പകുതി പൂർണ്ണമായും ഒരു ത്രില്ലറിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. അച്ചായന്മാരുടെ ജീവിതത്തിലേക്ക് 2 പെൺകുട്ടികൾ കടന്നു വരികയും ഇതിനെ തുടർന്നുണ്ടാവുന്ന അവിചാരിതമായ സംഭവങ്ങളുമാണ് ഈ ഒരു ക്രൈം ത്രില്ലർ എന്ന ഈ സ്വഭാവത്തിലേക്ക് ചിത്രത്തെ നയിക്കുന്നത്. ജയറാമിൻ്റെയും ഉണ്ണി മുകുന്ദൻ്റെയും തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ചിത്രമാണ് അച്ചായൻസ്. സമീപകാലത്ത് കാര്യമായ ഹിറ്റുകളില്ലായിരുന്ന 2 പേർക്കും അച്ചായൻസ് ഒരു തിരിച്ചുവരവാണെന്ന് തീർച്ചയായും നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. 2 പേരുടെയും സ്ക്രീൻ പ്രസൻസും മികച്ചതാണ്. എന്നാൽ ജയറാം, ഉണ്ണി മുകുന്ദൻ എന്നിവരാണ് മുഖ്യവേഷങ്ങളിലുള്ളതെങ്കിലും സ്റ്റീൽ ദ ഷോ എന്ന് പറയാവുന്നത് 2 പേരാണ്. പ്രകാശ് രാജ്, അമല പോൾ എന്നിവർ. കാർത്തിക് എന്ന കുറ്റാന്വേഷകനായ പോലീസ് വേഷത്തിൽ പ്രകാശ് രാജ് ഒരു പടി മുന്നിൽ നിൽക്കുന്നുണ്ട് പെർഫോമൻസിന്റെ കാര്യത്തിൽ. ഇത് റോയൽ ഹീറോയിസം കാണിക്കാനുള്ള പ്ലേസ്. ഇവിടുത്തെ ഹീറോ അമല പോളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സമീപകാലത്തിറങ്ങിയ മലയാള സിനിമകളിലെ മികച്ച സ്ത്രീ കഥാപാത്രങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊന്നായിരിക്കും അമല പോൾ അവതരിപ്പിച്ച റീത്ത എന്ന കഥാപാത്രം. സ്വല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ മികവുറ്റതാക്കിയിട്ടുണ്ട് അമല പോൾ. മല്ലു സിംഗിന് ശേഷം സേതു തിരക്കഥ എഴുതിയിരിക്കുന്ന ചിത്രം പൂർണ്ണമായും കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുള്ളതാണ്. എല്ലാം മറന്ന് സിനിമ ആസ്വദിക്കാൻ തിയേറ്ററിലെത്തുന്നവരെ പിടിച്ചിരുത്തുന്ന എല്ലാ വകകളും അച്ചായന്മാരുടെ കയ്യിലുണ്ട്. നായകന്മാരായ 4 അച്ചായന്മാർക്കൊപ്പം തനി അച്ചായനായ കേരളത്തിൻ്റെ സ്വന്തം PC ജോർജും ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. PC ജോർജായി തന്നെയാണ് അദ്ദേഹം സിനിമയിലെത്തിയിരിക്കുന്നത്. കുടുംബാന്തരീക്ഷത്തിൽ തുടങ്ങി ആഘോഷ കാഴ്ചകളിലൂടെ മുന്നേറി റോഡ് മൂവിയായി പരിണമിച്ച് ഒടുവിൽ ക്രൈം ത്രില്ലറായി അവസാനിക്കുന്ന ചിത്രമാണ് അച്ചായൻസ്. അവധിക്കാലത്ത് ഒന്നും ആലോചിക്കാതെ തിയേറ്ററിൽ കയറി ധൈര്യമായി കാണാവുന്ന ചിത്രമാണ് അച്ചായൻസ്. അടുത്തയാഴ്ച മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.